രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ 3 കേസുകളുണ്ട്, 3 ബലാത്സംഗ കേസുകളുണ്ട്. ഇതിൽ ആദ്യ കേസിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ച കേസാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആദ്യ ബലാത്സംഗ കേസിൽ മറ്റു ചില മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, വിശദാംശങ്ങൾ. ഡാനി, കേൾക്കാമോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ ബലാത്സംഗ കേസ്, അതെ, അതാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. രഞ്ജിത്ത്, ഇന്ന് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഇതിൽ പ്രധാനമായും തന്നെ മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിയുണ്ട്. ഈ വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും ഇതിനെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനമായും നേരത്തെയും ചൂണ്ടിക്കാണിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉയർത്തിക്കാണിക്കുന്നത്. ഇതിൽ സമാന സ്വഭാവമുള്ള മറ്റ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി SIT ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യുന്നു. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ സംഭവം വലിയ തോതിൽ കേരളം ചർച്ച ചെയ്ത ഒന്നാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇയാളെ അപമാനിച്ച സംഭവം തുടർന്ന് ഇയാൾ ജീവനൊടുക്കുകയായിരുന്നു. പോലീസ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും. ഇന്നലെ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു അന്വേഷണ സംഘം. ഈ പ്രതിയായ ഷിംജിത അവരൊളിവിലാണ്. ഇവർ നാടുവിട്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഷിംജിത മുൻകൂർ ജാമ്യത്തിന് ശ്രമങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചെയ്യണം. അനീഷ്, ഈ പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ബസ് ജീവനക്കാർക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾക്ക് ബോധ്യമുള്ളവരാണ്. അവരുടെ മൊഴി വളരെ ഗൗരവതരമായ ഒന്നാണ്. അതിനുള്ള ശ്രമങ്ങളാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ബസ്സിനുള്ളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. വളരെ തിരക്കേറിയ ഒരു ബസ്സായിരുന്നു അത്. അല്ലാതെ ആളുകൾക്ക് പരസ്പരം അകന്നു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തിരക്കായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് ഏറെ നിർണായകമാണ്. ഈ ഷിംജിത നേരത്തെ പുറത്തുവിട്ടത് ആ ബസ്സിൽ നിന്നുള്ള ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു. മറുവശത്ത് പക്ഷേ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ ഈ സഹയാത്രികർ, ബസ്സിലെ ജീവനക്കാർ എന്നിവരുടെ മൊഴി എടുക്കേണ്ടി വരും. ബസ്സിൽ എന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.